പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട അനവധി തവണ നാം വായിച്ച് ശുശ്രൂഷിക്കുകയും ദൈവിക സന്തോഷം പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു വചനമാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഈ വചനം വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും സുവിശേഷ വേല ചെയ്യുമ്പോൾ ഫിലിപ്പ്യ പട്ടണത്തിൽ വന്നു. അവിടെ ജ്യോത്സ്യം പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളിൽ ഒരു അശുദ്ധാത്മാവ് ഉണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കി അവളിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഹല്ലേലൂയ. അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവൾ സ്വതന്ത്രമായി മാറി. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവളിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആമി യജമാനന്മാരുടെ ലാഭം പോയത് അറിഞ്ഞതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ച് രംഗസ്ഥലത്തൂടെ അഥവാ ചന്തസ്ഥലത്തൂടെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അധികാരികളുടെ മുമ്പിലാക്കി. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ്. അപ്പം സത്യവേദ പുസ്തകം പറയുന്നു, അപ്പോൾ ജനം അവന് വിരോധമായി കൂട്ടം കൂടി അധികാരികൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ശീലാസിൻ്റെ വസ്ത്രം കീറി അവരെ അടിക്കുവാൻ പറഞ്ഞു. അവരെ അനേക അടിപ്പിച്ച ശേഷം കാരാഗ്രഹത്തിൽ ഇട്ടു. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലിട്ടു കേട്ടോ. ഹല്ലേലൂയ. അവരെ സുരക്ഷിതമായി കാക്കുവാൻ കാരാഗ്രഹ പ്രമാണിക്ക് കൽപ്പന കൊടുത്തുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 22-23 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഇന്നും നമുക്കറിയത്തില്ലേ, ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവവചനം പറയുന്ന, സുവിശേഷം പറയുന്ന അനവധി ആളുകളെ യാതൊരു കാരണവും കൂടാതെ വെറും നീചമായ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, 3 ദൈവദാസന്മാരെ നിറതോക്കുകളുമായി വന്ന് തൂക്കുധാരികൾ വെടിവെച്ച് കൊന്നത്. അങ്ങനെയൊക്കെ അനവധി സംഭവങ്ങൾ ഇന്നും ഉണ്ട് കേട്ടോ. എന്നാലും വലിയൊരു ദൈവമക്കൾക്ക് അതിനകത്ത് ഭയമില്ല. കാരണം പൗലോസും ശീലാസും പാതിരാത്രിയിൽ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അന്നുണ്ടായ അത്ഭുതം, അന്ന് നടന്ന അത്ഭുതത്തെ ഇന്നും നമ്മുടെ ദൈവത്തിന് തരാൻ കഴിവുണ്ട്. ആ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടി, കൈകാലുകൾ ബന്ധിച്ചിട്ടും ആ അവസ്ഥയിൽ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു പാട്ടുപാടിക്കൊണ്ടിരുന്നു. കാരാഗ്രഹത്തിലുണ്ടായിരുന്ന എല്ലാവരും അത് കേട്ടെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാരാഗ്രഹത്തിൽ അനവധി ആളുകളുണ്ട്. പക്ഷേ പാട്ടുപാടുന്നത് പൗലോസും ശീലാസും മാത്രമാണ്. അവർക്ക് കരങ്ങളടിക്കാൻ കഴിയുന്നില്ല, കൈകാല് ഒന്നും അനക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം വേദനയില്ല. എന്നാലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവപ്രവൃത്തി നടന്നെന്ന്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ആ കാരാഗ്രഹത്തിൽ അനവധി തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്ന വലിയ കൂട്ടം ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. അവർ ദൈവത്തെ പാടിയില്ല, പാടി സ്തുതിച്ചില്ല, പൗലോസിനും ശീലാസിനൊപ്പം ചേർന്നില്ല. അതേ സമയത്ത് ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട പൗലോസും ശീലാസും കർത്താവിനെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ഇന്നും ഇതുപോലെ തന്നെ 2 തരം ആളുകളുണ്ട്. 2 തരം ആളുകൾ ലോകത്തിലുണ്ട്. അതിൽ ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ, വലിയ നന്മകളൊക്കെ പ്രാപിച്ചിട്ട് അതിനുവേണ്ടി മാത്രമുള്ളവർ. മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി പാടി സ്തുതിക്കുകയും ദൈവം ചെയ്ത ഉപകാരങ്ങളിലൂടെ അവരനുഭവിച്ച നന്മയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവർ. അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത്തിന് നന്മ മാത്രം മതി. ഒരു കൂട്ടം ജനത്തിന് ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഘോഷിക്കണം. ഹല്ലേലൂയ. അങ്ങനെ 2 തരം ആളുകളാണ്. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പൗലോസും ശീലാസും ഹല്ലേലൂയ കാരാഗ്രഹത്തിലകപ്പെട്ടെങ്കിലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ് നടന്നത്. ഹല്ലേലൂയ. വലിയ ഭൂകമ്പം ഉണ്ടായെന്നാണ്. വലിയ ഭൂകമ്പം ഉണ്ടായി. ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നുപോയി. എല്ലാവരുടെയും കൈമേലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീണു.
അവരെല്ലാം സ്വതന്ത്രമായി കാരാഗ്രഹ പ്രമാണി ആമെ ഉറക്കമുണർന്നു. ആമെ തടവുകാരെല്ലാം ഓടിപ്പോയി എന്നുള്ള ചിന്തയിൽ താൻ സ്വയം ആമെ തൻ്റെ വാളൂരി കുത്തിമരിക്കാൻ ഒരുങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യരുത്, നിനക്കൊന്നും അരുത്, നിനക്കൊരാപത്തും വരരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കി, രണ്ട് മനുഷ്യ കാരാഗ്രഹത്തിൽ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാന ഇളകുമാർ വലിയ ഭൂകമ്പത്തെ ദൈവം അയച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന കാരാഗ്രഹത്തിന് സമാനമായ വിഷയത്തിൻ്റെ നടുവിൽ, ഒരുപക്ഷെ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായിട്ടും ദൈവം ആമേൻ നിൻ്റെ മധ്യത്തിൽ ഒരു അത്ഭുതം ചെയ്യും. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈകാലുകൾ മാത്രമേ ആമേൻ ബന്ധിക്കപ്പെട്ടിട്ടുള്ളൂ, അവരുടെ അധരങ്ങൾ ഒരിക്കലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിൻ്റെ കൈകാലുകൾ ഈ ലോകം ശത്രു ബന്ധിച്ചാലും നിൻ്റെ അധരങ്ങൾ ബന്ധിക്കാത്തത് കൊണ്ട് നീ ദൈവത്തെ പാടി അങ്ങ് സ്തുതിക്കണം. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക നിലയിൽ പ്രവർത്തിക്കും. നീ മാത്രമല്ല, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ കൂട്ടം പോലും അത് കണ്ടിട്ട് അവർ പോലും ഭയപ്പെടും. ഹല്ലേലൂയ. അപ്പം ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ പൗലോസും ശീലാസും പിറുപിറുത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും മനുഷ്യനെന്താണ് പിറുപിറുക്കാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പിറുപിറുപ്പുകാരായി മാറാതെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിക്കണം. കഷ്ടതയുടെ നടുവിൽ നാം ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴാണ് ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പം പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽ എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു ദൂതാണ്, കഷ്ടതയുടെ നടുവിൽ, സങ്കടത്തിൻ്റെ നടുവിൽ കടന്നു പോവുകയാണോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും കൂട്ടി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കെട്ടി പൗലോസും ശീലാസും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? കാരാഗ്രഹ പ്രമാണി വീടടക്കം എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാലങ്ങൾ എത്രയായി നീ സുവിശേഷം കേൾക്കുന്നു, കാലങ്ങൾ എത്രയായി ഈ വചനം കേൾക്കുന്നു. ഇന്നും നിനക്ക് മാനസാന്തരമില്ലാതെ നീ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി, നീ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിന്ദകളും അപമാനങ്ങളും ദുഷ്യങ്ങളും ഏറ്റുകൊണ്ട് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടന്നതുപോലെ ഒരനുഭവമാണോ നിനക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ നീ ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈമേലുണ്ടായിരുന്ന കാലിലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞതുപോലെ. ഈ ചങ്ങല അഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അല്ലേ? കാരണം ഇന്നത്തെ കാലങ്ങളിൽ ചങ്ങല അഴിയത്തില്ല, പക്ഷേ അവർ പാടി സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? ചങ്ങല അഴിഞ്ഞു. ഇന്നത്തെ സംവിധാനങ്ങൾക്കാണെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളയണം, എന്നാൽ അവർ പാടി സ്തുതിച്ച് ചങ്ങല അഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നിന്നെ ബന്ധിച്ചിരിക്കുന്ന സകല ചങ്ങലകളും അഴിയും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, വിവിധ ബന്ധനങ്ങളാൽ അകപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവേ, ജനം വിടുവിക്കപ്പെടുവാൻ, സമാധാനത്തിലേക്ക് വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.